3 മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന അതിസങ്കീർണമായ യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോ ഈ ഹോർമൂസും അതേപോലെ തന്നെ പശ്ചിമേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ബഹ്റൈന് നേരെ നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കുവൈത്തിന് നേരെയും ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക ഈ പറയുന്ന ഇറാന്റെ കിഷൻ ദ്വീപുകളിലെ റഡാറുകൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹോർമൂസില് ഇറാന്റെ ഡ്രോണുകളെ 4ഓളം ഡ്രോണുകളെ അമേരിക്ക അടിച്ചിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയുടെ ഡിസ്ട്രോയേഴ്സിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി ആൻഡ് തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിനിടയ്ക്ക് ട്രംപ് പറയുന്നുണ്ട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് ഈ ഹോർമോസിൽ സമാധാനം കൊണ്ടുവരും, ഇത് അവസാനിപ്പിക്കും എന്നുള്ളതും ട്രംപ് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ബഹ്റൈനിലാണ് ഇപ്പോ കൂടുതൽ ആക്രമണം ഉണ്ടായേക്കുന്നത്. ബഹ്റൈനിലും കുവൈത്തിലുമാണ് കൂടുതൽ ആക്രമണം ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ ഭാഗത്ത് എന്നുള്ളതാണ്. അതായത് ഖത്തറോ സൗദി അറേബ്യയോ ഒമാനോ ഒന്നും തന്നെ യഥാർത്ഥത്തില് അമേരിക്കക്ക് ഇപ്പൊ ബേസ് കൊടുക്കുക അല്ലെങ്കിൽ അമേരിക്കയുടെ ഓപ്പറേഷൻ നടത്താനുള്ള സഹായങ്ങൾ കൊടുക്കുക ചെയ്യുന്നില്ല. അതായത് സൗദി അറേബ്യ ഇപ്പോ ഏറെക്കുറെ അതിൽ നിന്നും മാറി ഇപ്പോ പാകിസ്ഥാനോട് കുറച്ചും കൂടെ അലൈൻഡ് ആയിട്ട് ഇറാനുമായിട്ട് കുറച്ചും കൂടെ ഒരു സഹകരണ മനോഭാവത്തിലേക്ക് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ പോകുന്നു. ഖത്തറും ഏകദേശം ആ ഒരു സോഫ്റ്റ് പവർ ഉപയോഗിച്ചിട്ട് ഏകദേശം ആ ഒരു രീതിയിലേക്ക് പോകുന്ന സമയത്ത് ഇറാൻ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കൂടെയുള്ള മറ്റു അലൈസിനെ നിങ്ങൾ കണ്ടുപഠിക്കണം, അവര് ചെയ്യുന്നത് പോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സമാധാനമായിട്ട് ഇരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഇറാൻ മുന്നേ പറയുന്നുണ്ട്. അപ്പോ ബഹ്റൈന് നേരെയും അതേപോലെ തന്നെ കുവൈത്തിന് നേരെയൊക്കെയുള്ള ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അമേരിക്കക്ക് താവളം ഒരുക്കുന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങൾക്ക് നേരെയും യഥാർത്ഥത്തില് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിനകത്തുള്ള റൂം ബർത്തുകൾക്കിടയിലാണ് യഥാർത്ഥത്തിൽ ആക്രമണം നടന്നിരിക്കുന്നത്. പക്ഷെ എണ്ണ കയറ്റുമതിയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇറാൻ പറയുകയും കൂടെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഇറാന്റെ എണ്ണ ഹോർമൂസിലൂടെ ഒഴുകാതിരിക്കുകയും ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ എത്താതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നത് തന്നെ അമേരിക്കയുടെ 5th ഫ്ലീറ്റ് ആ ഒരു ഭാഗത്തുള്ളത് കൊണ്ടാണ്. ഈ 5th ഫ്ലീറ്റിന്റെ യഥാർത്ഥത്തിൽ 5th ഫ്ലീറ്റിന്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്, താവളം എന്ന് പറയുന്നത് ബഹ്റൈനും കൂടിയാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇറാന് നേരെ നടത്തുന്ന അമേരിക്കയുടെ ഡ്രോൺ ആക്രമണം ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എയർ ആക്രമണം ആണെന്നുണ്ടെങ്കിലും അതും ഓപ്പറേറ്റ് ചെയ്യുന്നത് കുവൈത്തിൽ നിന്നാണ്. അപ്പൊ ഈ 2 കാരണം കൊണ്ടാണ് യഥാർത്ഥത്തില് ഇറാൻ കുവൈത്തിനെയും ബഹ്റൈനെയും ഇപ്പോ ആക്രമിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇറാൻ മുന്നേ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നിങ്ങളുടെ ശത്രു ഞങ്ങളല്ല, യഥാർത്ഥത്തില് ഞങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതാ മനോഭാവം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ശത്രുവിന് നിങ്ങൾ അവിടെ താവളം ഒരുക്കുന്നത് കൊണ്ടാണെന്നാണ് ഇറാൻ പറയുന്നത്. അല്ലാതെ കുവൈത്തിനോടോ ബഹ്റൈനോടോ ഉള്ള വേറെ എന്തെങ്കിലും കൊണ്ടുള്ള വിരോധം കൊണ്ടല്ല ഇവർ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. അപ്പോ ഈ ഒരു കാര്യം ഈ 3 മാസങ്ങൾക്ക് മുന്നേ ആക്റ്റീവായിട്ട് ഈ കോൺഫ്ലിക്റ്റ് നിലനിന്ന സമയത്ത് തന്നെ ലോകം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതായത് കുവൈത്തിനെയും ഖത്തറിനെയും അതേപോലെ തന്നെ UAE-നെയും സൗദിനെയും ഒക്കെ ആക്രമിക്കുന്ന സമയത്ത് ഇവരാരും തന്നെ ഈ ഇറാനെ തിരിച്ചടിച്ചിട്ടില്ല. പക്ഷേ ഈ പറയുന്ന അമേരിക്കൻ സേനയുടെ കൂടെ അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ കൂടെ അറിയാതെ ഇടയിൽ കയറിയിട്ട് ഇറാനെ അന്ന് ആക്രമിച്ചിട്ടുണ്ടായിരുന്നത് UAE ആണ്. അത് മനസ്സിലാക്കുന്ന ഇറാൻ യഥാർത്ഥത്തില് ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ആക്രമണം യഥാർത്ഥത്തിൽ അന്ന് UAE നേരിട്ടിട്ടുമുണ്ട്. UAE എന്ന് പറയുന്ന UAEയുടെ ഏറ്റവും വലിയ എന്താ പറയുക USPs ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് ഹബ്ബ്, അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏരിയ, ഏറ്റവും സമാധാനമുള്ള സ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള UAEയുടെ USPസിന് നേരെയാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ആക്രമണങ്ങളെല്ലാം നടന്നതെന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ട്രാൻസിറ്റ് ഹബ്ബ് അടച്ചിടുന്ന അവസ്ഥയിലേക്ക് വരെ മാറി. അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, യഥാർത്ഥത്തില് അയൽവാസിനെ പിണക്കിയിട്ട് ഒരു 10-60 കിലോമീറ്റർ അപ്പുറത്ത് അടുക്കുന്ന ഒരു അയൽവാസിനെ നമ്മൾ കൂട്ടുകാരനായിട്ട് എടുത്തു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാനെ പൂട്ടാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് താവളം ഒരുക്കിയതാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അഗെയിൻ വീണ്ടും ഒരു ഇറാന് മേലെയുള്ള ഉപരോധങ്ങൾ ഇറാൻ വലയുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, ഇറാന്റെ കപ്പലുകൾക്ക് നേരെ അമേരിക്ക സാങ്ഷൻസ് ഏർപ്പെടുത്തുമ്പോഴും, ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെ സാങ്ഷൻസ് ഏർപ്പെടുത്തുന്ന സമയത്തും അതിനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അതിന് അമേരിക്കക്ക് അത്രയും
സക്സസ്ഫുൾ ആയിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സകല സഹായവും ഈ രാജ്യങ്ങൾ നൽകുന്നു എന്നതും ഇറാന്റെ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് തോത് കൂട്ടുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അത് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് യഥാർത്ഥത്തിൽ ആ താവളങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് BBC റിപ്പോർട്ടിൽ നമ്മൾ കണ്ടതാണ്. അതായത് ഇറാൻ സംഘർഷം തുടങ്ങുന്നതിന് മുന്നേയുള്ള സാറ്റലൈറ്റ് ഇമേജുകളും സംഘർഷം കഴിഞ്ഞിപ്പോ ഒരു 3 മാസങ്ങൾക്ക് ശേഷമുള്ള സാറ്റലൈറ്റ് ഇമേജുകളും വെച്ചിട്ട് കമ്പാരിസൺ നടത്തുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നും യഥാർത്ഥത്തിന് US ഇനി ഈ ഓപ്പറേഷൻ നടത്താൻ പറ്റും, ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നും ഇവർക്ക് ഇത് ഇനി നടത്താൻ പറ്റില്ല എന്നുള്ളത്. അപ്പോ അന്നത്തെ ആ ആക്രമണത്തിൽ ഏറ്റവും കുറവ് ആക്രമണം നേരിട്ടതും അതേപോലെ തന്നെ ഇറാന്റെ ആക്രമണങ്ങളുടെ തോത് കുറഞ്ഞതുമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ബഹ്റൈനാണ്. ബഹ്റൈനിന് നേരെ ആക്രമണം കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഏറ്റവും കൂടുതൽ ആക്രമണം അന്ന് നേരിട്ടുണ്ടായിരുന്ന UAE ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഖത്തർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കുവൈത്ത് ഉണ്ടായിരുന്നു. ഈ രാജ്യങ്ങൾക്കൊക്കെ മേലെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ടെ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ നിന്നായിരുന്നു അവർ അമേരിക്കയുടെ എല്ലാ എയർ ലോഞ്ചുകളും നടന്നിരുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പറഞ്ഞത്. അത് മാത്രമല്ല, സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം സാധാരണ രീതിയിൽ കുറവായിരുന്നു എന്നുള്ളത് കൂടെ കാണണം. പക്ഷെ ഇതിനെ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള അതേപോലെ തന്നെ മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള ഒരു വാറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇറാൻ ചില കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ കാണണം എന്നുള്ളതാണ്. അപ്പോ ഇപ്പത്തെ ഈ സംഘർഷങ്ങളുടെ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന കുവൈത്ത് ആണെന്നുണ്ടെങ്കിലും ബഹ്റൈൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ കിടന്ന് അനുഭവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അവരുടെ രക്ഷാർത്ഥം യഥാർത്ഥത്തിൽ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവര് കൊടുത്ത സഖ്യകക്ഷി തന്നെ, അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ ആളുടെ ആ ഒരു സാന്നിധ്യം തന്നെ അവർക്ക് ഒരു ത്രെട്ടായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ കാണുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും കാണുകയും ചെയ്യുന്നത്. അതായത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ടീം വന്നു, ആ ടീം വന്നതാണ് യഥാർത്ഥത്തില് ഇവരുടെ ത്രെട്ടിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് ഇപ്പൊ മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ദ്വീപുകൾ, ഈ പറയുന്ന ബഹ്റൈന് നേരെയാണെന്നുണ്ടെങ്കിലും കുവൈത്തിന് നേരെയാണെങ്കിലൊക്കെ ഇറാന്റെ ആക്രമണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇറാന്റെ ഈ പറയുന്ന എണ്ണ കുഴിച്ചെടുക്കുന്ന ദ്വീപുകൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണം ഇപ്പൊ കൂടിക്കൂടി വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഫുജൈറ പോർട്ട് ഉണ്ട്, അതായത് ഈ പറയുന്ന UAE ഒക്കെ എണ്ണ ബൈപ്പാസ് ചെയ്ത് ഈ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പോർട്ടാണത്. അപ്പൊ ഇങ്ങനെ അമേരിക്ക വന്നിട്ട് ഇറാന്റെ ഇത്തരം എണ്ണപ്പാടങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഫുജൈറ ഫോർട്ടിലെ തകർക്കും അല്ലെങ്കിൽ ഇല്ലാതാക്കും എന്നുള്ള ലെവലിലേക്കും കൂടെ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു വഴിത്തിരിവ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്, യഥാർത്ഥത്തില് ഇറാൻ ലെബനോനെ കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ലെബനോനുമായിട്ടുള്ള റിലേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ഹിസ്ബുള്ള ആയിട്ടുള്ള റിലേഷൻ വെച്ചിട്ട് ഇറാന്റെ കരാറിനകത്ത് ലെബനോനും കൂടെ കയറി വരുന്നു എന്നുള്ള ഒരു ബ്രദർലി ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ലെബനോൻ അതിപ്പോ നിഷേധിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള അല്ല അത് നിഷേധിച്ചിരിക്കുന്നത്, പകരം ലെബനോൻ അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് കെട്ടേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ ഒരു സൂസൈഡ് സാധനമായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലെബനോൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഹിസ്ബുള്ളയുടെ വാക്കുകളല്ല യഥാർത്ഥത്തില്. അത് യഥാർത്ഥത്തിൽ ലെബനോൻ ഗവൺമെന്റിന്റെ വാക്കാണ്. ഒരു ജോസഫ് ഒരു പുള്ളി, ആ പുള്ളിയുടെ പേര് മറന്നുപോയി, ആ പുള്ളിയാണ് ഇപ്പൊ ആ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്രായേൽ ആൻഡ് ലെബനോൻ ഹിസ്ബുള്ള എന്ന് പറയുന്ന വെടിനിർത്തൽ കരാറിൽ യഥാർത്ഥത്തിൽ അതിനെ ഹിസ്ബുള്ള ഇപ്പൊ അംഗീകരിച്ചിട്ടുമില്ല എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. ശാശ്വതമായിട്ടുള്ള കരാറാണെന്നുണ്ടെങ്കിൽ മാത്രം മതി, അല്ല എന്നുണ്ടെങ്കിൽ കരാറ് വേണ്ട എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന ഇറാൻ ആൻഡ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ഇരുതല മൂർച്ചയുള്ള വാളായിട്ട് മാറി എന്നുള്ളതാണ്. അതായത് ലെബനോനിൽ വെടിനിർത്തൽ നടക്കാത്ത സ്ഥിതിവിശേഷമാണെന്നുണ്ടെങ്കിൽ ഇറാൻ ഇപ്പുറത്ത് എന്ത് ചെയ്യും, ഈ പറയുന്ന സമാധാന ചർച്ചകളിൽ നിന്നും കരാറിൽ നിന്നും പിന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോ അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന വെടിനിർത്തൽ കരാർ ഈ ഇറാനുമായിട്ടുള്ള ഒരു കരാറിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് വെക്കുന്നത് എങ്കിൽ ആ കരാറിന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഹിസ്ബുള്ളയും കൂടെ പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് ഭാഗത്തും ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ ഇല്ലാണ്ട് യഥാർത്ഥത്തില് സമാധാന കരാറിലേക്ക് ഇനി എത്തില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം കൂടെ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ കാണുന്നുള്ളതാണ്. അപ്പോ ആ ഒരു റീജിയനിൽ മൾട്ടി കണക്റ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് യഥാർത്ഥത്തിൽ ഇതിനെ മാറി എന്നുള്ളതാണ്.
അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഈ പറയുന്ന രീതിയിലുള്ള അധിനിവേശങ്ങൾ എവിടെയൊക്കെ നടത്തുന്നുണ്ടോ അതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ഇഷ്യൂ ആക്കി മാറ്റാനും യഥാർത്ഥത്തില് ഇറാന് ഇതുകൊണ്ട് സാധിച്ചു എന്നുള്ളതും കൂടെയാണ് കാണുന്നത്. അപ്പോ ഈ 3 മാസങ്ങൾക്ക് മുന്നേ ഉള്ള ആക്രമണം എങ്ങനെയാണോ നടന്നുകൊണ്ടിരുന്നത് അതേ രീതിയിലേക്ക് അത്രയും എസ്കലേറ്റ് ആയിട്ട് പോയിട്ടില്ലെങ്കിലും അതിന്റെ ഒരു മൈൽഡ് സ്റ്റാർട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്.